ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറാണെങ്കിൽ സരയുവിനെ ചേർത്ത് പിടിച്ചിരിക്കുക. നിന്നെ ഞാൻ ഏത് നിമിഷവും വിട്ടിട്ട് പോകും. അതുവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് പിടിച്ച് നിൽക്കണം. എൻ്റെ ദൈവമേ, ചൂട് കൂടുതലാണ്, തീ പിടിക്കും, തണുപ്പാണ്, പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന ഉറപ്പായിട്ടും ഇവളെൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കും. അതിനു മുമ്പ് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം, മുങ്ങണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുവിൻ്റെ മനസ്സിലേക്ക് ദേഷ്യം കൂടി വരികയാണ്. ആ കിരണും കല്യാണിയും പുറത്തു പോയിട്ടുണ്ട്, ഈ വിവരം വിക്രത്തെ വിളിച്ചറിയിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അവിടെ നിന്ന് മാറിയിട്ട് അങ്ങോട്ട് പോയിട്ട് ഫോൺ എടുത്ത് വിക്രത്തിനെ വിളിക്കുകയാണ്. ഹലോ സരയു, എന്താ പറഞ്ഞോ എന്നും പറയാണ്. വിക്രം, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. ആ കല്യാണിയും കിരണും ഇവിടെ നിന്നും എങ്ങോട്ടോ പോയിട്ടുണ്ട്. എങ്ങോട്ട് അതെനിക്കറിയില്ല, പക്ഷേ എവിടേക്കോ പോയിട്ടുണ്ട്. രണ്ടെണ്ണവും കൂടെ മിക്കവാറും കാറിലുള്ള യാത്ര ഇതോടുകൂടെ അങ്ങ് അവസാനിപ്പിക്കണം. കല്യാണി രക്ഷപ്പെടട്ടെ, പക്ഷെ കിരൺ മരിക്കണം. കിരൺ മരിച്ച് അവൻ്റെ ശവത്തിൻ്റെ അരികിലിരുന്ന് കല്യാണി കരയണം. മരിച്ചു കിടക്കുന്ന അവനെ നോക്കി കല്യാണി പൊട്ടിക്കരയുന്നത് എനിക്ക് കാണണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എങ്ങോട്ട് പോരെ, എന്നിട്ട് അവരേത് റൂട്ടാണ് പോകുന്നതെന്നൊന്ന് അന്വേഷിക്കേ. അത് കേട്ടതും എൻ്റെ സരയും, അവർ പോകുന്നതിന് മുമ്പ് അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പോയി കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ അവരെങ്ങോട്ടാണ് പോയത്, എവിടെയാണെന്നൊന്നും ഒരു പിടിയില്ലല്ലോ. അവരെങ്ങോട്ടാണ് പോയതെങ്കിലും നീ കണ്ടുപിടിക്കണം, എന്നിട്ട് അവരെ തീർക്കണം. വിക്രം, ഞാനൊരു കാര്യം പറയാം. അവനെ കൊന്നിട്ട് അവളെ കരയിക്കുകയാണെങ്കിൽ നീ പ്രതീക്ഷിക്കാത്തത് ഞാൻ നിനക്ക് തരും. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു തന്നാൽ നിനക്ക് താമസിക്കാൻ ഒരു വീടും നിനക്ക് ചെലവിന് വേണ്ടുന്ന പൈസയും ഞാൻ തരും, അത് ഉറപ്പാ എന്നും സരയു പറയാ. ഇത് കേട്ടതും ദൈവമേ, അവനെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ, ഇപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. നീ എന്താ ആലോചിക്കുന്നേ? നീ നോക്കിക്കോ സരയു, അവനെ ഞാൻ തീർത്തിരിക്കും എന്നും പറയണം. അത് കേട്ടതും, വാക്കാൽ പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയിൽ കാണിക്കണം, പെട്ടെന്ന് തന്നെ ചെല്ല്. ശരി സരയു എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. അപ്പോഴേക്കും പ്രകാശം വരിക. എന്താടാ മോനെ? സരയു വിളിച്ചത് കിരണും കല്യാണിയും കൂടെ എവിടേക്കോ പോയിന്ന്. അവരെ കൊല്ലണമെന്ന്, അതായത് കിരണിനെ ആക്സിഡൻ്റ് ആക്കിയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കല്യാണി മരിക്കാൻ പാടില്ല, അതാണ് അവളുടെ ആവശ്യം. കല്യാണി മരിക്കണമെന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം. അവളുടെ ആവശ്യം മാത്രം നിറവേറ്റിയേ പോരാ, നമ്മുടെ ആവശ്യവും നിറവേറണം. അതുകൊണ്ട് എന്തായാലും കല്യാണി ജീവിച്ചിരുന്നാലും അവൾ രാജകുമാരിയെ പോലെ തന്നെ ജീവിക്കും. അവളുടെ കയ്യിൽ കഴിവുണ്ട്, അതുകൊണ്ട് അവൾ ജീവിച്ചിരിക്കണ്ട, അവളും മരിക്കട്ടെ. എന്തായാലും നമ്മളെ ഈ അവസ്ഥയിലാക്കിയവരൊന്നും ഇനി ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. അവളുടെ ആഗ്രഹം കല്യാണിയോട് പ്രതികാരം ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കല്യാണിയെ കരയിപ്പിച്ച് പ്രതികാരം ചെയ്യും. പക്ഷെ അവളെ കാണുന്ന ഓരോ നിമിഷവും എൻ്റെ മനസ്സിൽ തീയാടാ തീ. അവളെ കൊല്ലാൻ എനിക്കിങ്ങനെ മനസ്സെരിഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് ആ തീയിൽ വെള്ളം ഒഴിക്കാൻ നോക്കണ്ട, അവളും ചാകട്ടെ. നീ പൊയ്ക്കോ, പെട്ടെന്ന് തന്നെ പൊയ്ക്കോ എന്നും പറയുകയാണ്. ഈ സമയം നമ്മുടെ വിക്രം ബൈക്ക് എടുത്തുകൊണ്ട് പിന്നാലെ പോവുകയാണ്. അങ്ങനെ കുറേ അന്വേഷിച്ചു, കിരണും കല്യാണി ഏത് റൂട്ടാണ് പോയതെന്നൊന്നും ഒരു പിടിയില്ല. ഇതേ സമയം അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുക. കിരണേട്ടാ, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. എൻ്റെ അനിയനെന്ന് പറയുന്ന പിശാച് അന്വേഷിച്ച് നടക്കും നമ്മളെ. അവരെല്ലാം കൊണ്ടും തകർന്നു പോയിരിക്കുക. അതുകൊണ്ട് ഏത് നിമിഷവും ആപത്തും അപകടവും മുന്നിൽ പ്രതീക്ഷിക്കാം. എനിക്കറിയാം കല്യാണി, പക്ഷേ ദൈവം എന്ന് പറഞ്ഞൊരാൾ മുകളിലുണ്ട്. അങ്ങനെ എന്തും നമ്മളെ ചെയ്യാമെന്നും കരുതി നടക്കുന്നവരെ ദൈവം നോക്കിക്കോളും എന്നും പറയാണ് കിരൺ. ഇല്ല കിരണേട്ടാ, എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട്, ജീവന് കൊതിയുണ്ട്. എൻ്റെ കിരണേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? നീ ധൈര്യം കൈവിടാൻ പാടില്ല. ഇത്രയും ധൈര്യമുള്ള പെണ്ണാ നീ, തൻ്റെ ഇടമുള്ള പെണ്ണ്. അങ്ങനെയുള്ളപ്പോൾ ധൈര്യം കൈവിട്ട കാര്യമുണ്ടോ? വേണ്ട, ധൈര്യമൊന്നും കൈവിടരുത് എന്നൊക്കെ പറയുകയാണ്. ഈ സമയം സരയു ആലോചിക്കുക, അവളുടെയും പോക്ക് അവസാനത്തെ പോക്കായിരിക്കണം. തിരിച്ചു വരുമ്പോൾ അവൾ ഒറ്റയ്ക്ക് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത്. കാരണം എൻ്റെ മുറച്ചെറുക്കനാ, ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവനാ. എന്നാൽ ഇന്നാണ് അവൻ എൻ്റെ വലിയ ശത്രു. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അവനെ തന്നെയാണ്.
അവൻ ചത്തു കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും. ചത്തു പോട്ടെ, ചത്ത് മണ്ണോടടിയുമ്പോൾ അത് കണ്ട് സന്തോഷിക്കണോ എനിക്ക് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയു അങ്ങോട്ടോട്ട് നടക്കുക. ഇവള് ഭയങ്കര ആലോചനയിലാണല്ലോ. എന്തായിരിക്കും കാര്യം? എന്തെങ്കിലും പ്രശ്നമൊപ്പിച്ചോ എന്തോ, ഇനി ആരുടെയെങ്കിലും തല്ല് മേടിച്ച് കെട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് ആർക്കറിയാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നോക്കി നടക്കുക. ഈ സമയം സരയുവിൻ്റെ ദേഷ്യവും വാശിയൊക്കെ കണ്ടിട്ട് ശാരിയും രാഹുലും ആലോചിക്കുകയാണ്, മോക്ക് എന്താ പറ്റിയെന്നറിയില്ല, മോള് ഭയങ്കര ദേഷ്യത്തില എന്നൊക്കെ പറയാം. അത് കേട്ടതും ആർക്കറിയാം, അവള് നമ്മളോടുള്ള ദേഷ്യമാവും മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. മനോഹരനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അവൾക്ക് പിടിക്കുന്നില്ല. എന്ത് ചെയ്യാനാ, അവനൊരു വലിയ ക്രിമിനലാണെന്ന് അവളോട് എങ്ങനെ പറയുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അവനെ അറിയിക്കണം, ഇത് അറിയിക്കാത്ത ഒരു വഴിയില്ല. ദേ അവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് അവനെ തള്ളിപ്പറഞ്ഞെന്നെങ്കിൽ പറഞ്ഞോട്ടെ, ഭ്രാന്ത് പിടിച്ചാലും കുഴപ്പമില്ല. അവനെപ്പോലെ ഒരു രാക്ഷസൻ, ഒരു വിഷപ്പാമ്പ് എൻ്റെ മോളുടെ കൂടെ ഉണ്ടാവാൻ പാടില്ല എന്നും ശാരി പറയുക. ഇത് കേട്ടതും എന്ത് ചെയ്യാനാ, ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുമല്ലേ. എല്ലാ കാര്യങ്ങളും സരയുവിനോട് നമ്മൾ തുറന്നു പറഞ്ഞാൽ നീ സരയുവിൻ്റെ അമ്മയല്ല എന്നുള്ള സത്യം അവളോട് തുറന്നു പറയും. അതാണ് പാട്. അങ്ങനൊരു കാര്യം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും തീർത്താനായിരുന്നു ഞാൻ. മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. താൻ ഒറ്റ ഒരുത്തം കാരണമാണ് ഇന്നെൻ്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലായത്. ഇങ്ങനൊരു ചതി താൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവൻ്റെ പള്ളയ്ക്ക് കത്തി കുത്തി കയറ്റിയാനെ, കൊന്നു കളഞ്ഞാനായിരുന്നു. പക്ഷേ താൻ ചെയ്ത തെറ്റ് കാരണം ഇന്ന് വേദന അനുഭവിക്കുന്നത് ഞാൻ തന്നെ എന്നോ ആട്ടി ഇറക്കി വിടേണ്ടതാ. സപ്പോർട്ട് ചെയ്ത് തന്നെ കൊന്നിരുന്നെങ്കിൽ അവസാനം വരെ സമാധാനത്തോടെ ജീവിക്കായിരുന്നു. സ്വന്തം പെങ്ങളുടെ ജീവിതം തകർത്തു. താനല്ലേടോ എൻ്റെ ജീവിതം തകർത്തില്ലേടോ, എന്തിനാടോ താനിങ്ങനെ ജീവിച്ചിരിക്കുന്നേ, പോയി ചത്തൂടെ എന്നും പറഞ്ഞ് ശാരി രാഹുലിനോട് ദേഷ്യപ്പെടുക. ശാരി, ഈ സമയത്ത് നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ മോളുടെ കാര്യമാണ് നോക്കേണ്ടത്. എന്തൊക്കെയായാലും അവളുടെ ജീവൻ രക്ഷിക്കണം. അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമുക്ക്. നീ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടല്ലേ. ദേഷ്യപ്പെടാതെ നിങ്ങളുടെ കാലിൽ ഞാൻ പൂവിട്ട് പൂജിക്കണോ? അത്രയ്ക്ക് നല്ല പ്രവൃത്തി ചെയ്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മോൾക്ക് ഭ്രാന്ത് പിടിച്ച അതേ അവസ്ഥയിൽ ഞാൻ നിങ്ങളെ കൊല്ലും, അതുറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് ശാരി മുറിയിലേക്ക് പോവുക. ഈശ്വര, എന്ത് ചെയ്യും? ചെയ്ത പാപങ്ങളെല്ലാം തിരിച്ചടിയായിട്ട് വരികയാണല്ലോ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. എൻ്റെ മകളുടെ ജീവിതം വലിയൊരു ആഴക്കടലിൽ നിൽക്കുക. അവൾ എന്ന് മുങ്ങി താഴുമെന്ന് അറിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം വിക്രത്തെയാണ് കാണിക്കുന്നത്. കുറേ അലഞ്ഞിട്ടും കിരണിനെയും കല്യാണിയും കണ്ടില്ല. ആ നാശങ്ങൾ എങ്ങോട്ടാണ് പോയെന്നാവോ, എവിടെയും കാണുന്നില്ലല്ലോ. രണ്ടെണ്ണത്തിനെയും ഞാൻ തീർക്കും. രണ്ടെണ്ണത്തിനെയും തീർത്ത് സമാധാനത്തോടെ എനിക്ക് ജീവിക്കണം. ഈ നാട്ടിൽ സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രം തിരിച്ച് വീട്ടിലെത്തി പ്രകാശനെയാണ്. പ്രകാശൻ ചോദിക്കുക, എന്തായുടെ മക്കളെ, അവളെ തീർത്തോ? പിന്നെ ആരെയും കണ്ടില്ല, ഞാൻ ഒരുപാട് അന്വേഷിച്ചു, എവിടെയും കാണുന്നില്ല അച്ഛാ എന്നും പറയാ. എങ്ങോട്ട് പോയെന്നറിയില്ലല്ലോ. ആ സരയി വിളിക്കുമ്പോൾ എന്തു പറയും? അത് തന്നെ എനിക്കും പിടികിട്ടാത്തത്. അവൾ വിളിക്കുമ്പോൾ എന്തു പറയുമെന്ന്. അവളാണെങ്കിൽ ചെയ്ത് കാണിക്കുന്നെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. കിരണിനെ കൊന്ന അവളെനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്തിരിക്കും അച്ഛാ. എങ്ങനെയെങ്കിലും കിരണിനെ എനിക്ക് കൊല്ലണം, താമസിക്കാൻ ഒരിടം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് മൂങ്ങയാണ് കാണിക്കുന്നത്. മൂങ്ങ ഭയങ്കര സന്തോഷത്തിലാണ്. തൻ്റെ മരുമകൻ കൊച്ചുമോനെന്ന് പറഞ്ഞാൽ കൊച്ചുമോളുടെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ ആഘോഷമാണല്ലോ, അതിൻ്റെ സന്തോഷത്തിൽ. അതെ, ഇപ്രാവശ്യം എൻ്റെ മക്കളെ സ്നേഹത്തോടെ വേണം പറഞ്ഞുവിടാൻ. അവരെ സ്നേഹിക്കണം, ഒരുപാട് സ്നേഹിക്കണം. പാവം കൊച്ചാ കിരൺ, അവനാണ് സ്നേഹമുള്ളവൻ, അവനാണ് രാജകുമാരൻ. കാരണം പെറ്റ അമ്മയെയും അച്ഛനെയും ഉപേക്ഷിക്കാത്തവനാണ് എന്നും രാജകുമാരൻ. അല്ലാതെ രാജകുമാരനെന്നും പറഞ്ഞ് വളർത്തിയാൽ അത് രാജകുമാരനാവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഒരു രാജകുമാരൻ. പക്ഷേ അവൻ പേരിൽ മാത്രമായിരുന്നു രാജകുമാരൻ, എന്ന പ്രവൃത്തിയിൽ അതില്ലായിരുന്നു. എന്ന ശരിക്കും രാജകുമാരൻ എൻ്റെ മോളുടെ ഭർത്താവാ, കല്യാണി മോളുടെ ഭർത്താവ് കിരൺ മോൻ. അതെ, ഒന്നുമില്ലാത്തവളെ സ്നേഹിച്ചു, സംസാരശേഷി ഇല്ലാത്തവളെ പ്രണയിച്ച് കല്യാണം കഴിച്ചു. അതിനുശേഷം അവൾക്കൊരു ജീവിതം കൊടുത്തു. അവളെ പൊന്നുപോലെ നോക്കി. അവളുടെ ശബ്ദം കോടികൾ കൊടുത്ത് തിരിച്ചു കൊണ്ടുവരിപ്പിച്ചു. എല്ലാത്തിനും ഒരു മനസ്സ് വേണം, നല്ല മനസ്സ്. ആ മനസ്സ് കിരൺ മോനുണ്ട്. അങ്ങനെയുള്ള നല്ല മനസ്സുള്ള പയ്യനെ കണ്ടിട്ടും അവനെ ഒന്ന് സ്നേഹിക്കാൻ പോലും കഴിഞ്ഞില്ല. അവനോട് രണ്ട് വാക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം എൻ്റെ മനസ്സിലെ ദുഷ്ചിന്തകൾ കൊണ്ട് മാത്രം സംഭവിച്ചതാ. പക്ഷേ
എന്തായാലും ഇനി ആ സ്നേഹമൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കണം. സ്നേഹം അറിയിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതാ, ഒരു അർഹതയില്ലാത്തവർക്ക് ഒരിക്കലും കൊടുക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ മൂങ്ങ നിൽക്കുക. അതേ ഭാനുമതി അമ്മ എന്താ ആലോചിക്കുന്നേ? കൊച്ചുമോളുടെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ കുറിച്ചാണോ? അതെ, അത് തന്നെ ആലോചിക്കുന്നേ. ഇത്രയും നാളും ആ കൊച്ചിനെ ഒന്നും ഞാൻ നേരെ നോക്കിയിട്ട് പോലുമില്ല. എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എനിക്ക് ഇത്തിരി കാശൊക്കെ തരാറുണ്ടായിരുന്നു. എന്നാലും എനിക്ക് അവരോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നില്ല. എല്ലാം എൻ്റെ ചീത്ത കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഓരോരോ ഇല്ലാത്ത കഥകളാണ്. എൻ്റെ ദൈവമേ, ഇപ്പോഴും അതിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും. എന്നാലും ഞാൻ എൻ്റെ മോളുടെ ഭർത്താവിനെ ചേർത്ത് പിടിക്കും. അവനെയും എൻ്റെ കൊച്ചുമോനെ പോലെ സ്നേഹിക്കും. നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ കൊച്ചുമോൻ ഇതുവരെയായിട്ടും കാണാൻ വന്നില്ലല്ലോ. അവൻ എവിടെയെങ്കിലും പോയി ചാകട്ടെ. അവനെപ്പോലെ ഒരുത്തനെ സ്നേഹിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ശരിയെന്തെന്നും തെറ്റെന്തെന്നും പറഞ്ഞു തരാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. കാരണന്മാർക്കിടയിൽ കിടന്ന് വളർന്ന ഞാൻ എല്ലാ തെറ്റുകളും തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. എല്ലാം മനസ്സിലായി. ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്. ആ ആള് എല്ലാം കാണിച്ചു തന്നു. ശരിക്കും രാജകുമാരി എൻ്റെ കൊച്ചുമക്കളാ, പെൺമക്കള് എന്നും പറഞ്ഞ് മൂങ്ങ കരയുക. കരയണ്ട ഭാനുമതി അമ്മേ, എല്ലാം ശരിയാവും. ഇവിടെ വരുന്ന മേഡം ഉണ്ടല്ലോ, ഭാനുമതി അമ്മയുടെ കൊച്ചുമോള് മിടുക്കി. ആ മോളെ സ്നേഹിച്ചാലുണ്ടല്ലോ വയസ്സാങ്കാലത്തും നമുക്ക് വെള്ളം കുടിച്ച് മരിക്കാം. ഇല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവില്ല. തൊണ്ട ഉണങ്ങി വരണ്ട് ചാകേണ്ടി വരും നമുക്ക്. അങ്ങനെയുള്ള അവസ്ഥയാണ് ഇന്ന് സ്വന്തം മക്കൾക്കിടയിൽ വരെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും നല്ലൊരു കൊച്ചുമോളെ കിട്ടിയ നിങ്ങൾ ഭാഗ്യം ചെയ്തവര് എന്നൊക്കെ പറയുകയാണ്. അതെ, വൃദ്ധസദനം നടത്തിക്കൊണ്ടു പോകാനും ഇത്രയും വലിയ ഒരു വൃദ്ധസദനം മുന്നോട്ട് കൊണ്ടുപോകാനും വൃദ്ധകളെ സ്നേഹിക്കാനും ഒരു മനസ്സ് വേണം. അതെ, ഇന്നത്തെ കാലത്ത് വൃദ്ധകളെ കണ്ട മരുന്നിൻ്റെ മണം, കുഴമ്പിൻ്റെ മണമെന്നും പറഞ്ഞ് ആട്ടിപ്പായിക്കുന്ന മക്കളുമാണ് നമ്മൾക്കിടയിലുള്ളത്. അങ്ങനെയുള്ളപ്പോൾ കല്യാണി മാഡം, അതായത് ആ മോള് ഒരിക്കലും ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അതൊരു നല്ല മനസ്സിൻ്റെ ഒരു നല്ല മനസ്സുള്ളൊരു ഉടമയ്ക്ക് മാത്രമേ കഴിയൂ അമ്മേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ കൊച്ചുമോളുടെ സ്നേഹം ഇത്രയും നാളും മിസ്സാക്കിയതിന് നിങ്ങളാ ഭാഗ്യമില്ലാത്തത്, നിങ്ങൾക്കാ ഭാഗ്യമില്ലാണ്ടായത് എന്നൊക്കെ പറയാം. അതെ, ഇനി മരിക്കുന്നത് വരെയെങ്കിലും എനിക്ക് എൻ്റെ കൊച്ചുമോളുടെ സ്നേഹം മേടിക്കണം. അവളുടെ സ്നേഹം എനിക്ക് അനുഭവിക്കണം. അത് കിട്ടിയേ ഞാൻ മരിക്കും, ഞാൻ കണ്ണടയ്ക്കും. കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എനിക്ക് ഏക ആശ്രയമായത് എൻ്റെ കൊച്ചുമോള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ്. എടാ മക്കളെ, ആ കിരണിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ വൃദ്ധസദനത്തിൽ വെച്ച് തന്നെയാണ് ആ ബർത്ത്ഡേ നടക്കുന്നത്. സായാഹ്നത്തിൽ വെച്ച്. നിൻ്റെ അമ്മമ്മ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പവും. കാരണം സായാഹ്നത്തിൽ വെച്ച് ബർത്ത്ഡേ നടത്തുന്നത് നിൻ്റെ അമ്മമ്മ അവിടെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അമ്മയെ ചെന്നൊന്ന് നീ കാണ്. അമ്മ എന്നോട് ദേഷ്യത്തില്ല, പക്ഷെ നിന്നോട് അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവില്ല. നിന്നെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതല്ലേ. അതുകൊണ്ട് നീ ചെന്ന് അമ്മമ്മയോട് കാര്യങ്ങൾ സംസാരിക്കേ. നാളെ കല്യാണിയും കിരണും വരുമ്പോൾ അവരെ അവിടെ വെച്ച് കൊല്ലാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ എന്ന് അമ്മമ്മയോട് പോയി ചോദിക്കേ. ചിലപ്പോൾ അവിടെ അത് നടക്കും എന്നും നമ്മുടെ പ്രകാശൻ പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ വിക്രം, അത് ശരിയാ, എന്തായാലും എൻ്റെ വാക്ക് തള്ളിക്കളയാൻ അമ്മുമ്മയ്ക്ക് കഴിയില്ല. അമ്മുമ്മയ്ക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാ. അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും അമ്മുമ്മ കേൾക്കും, അനുസരിക്കും. എന്നാൽ പിന്നെ ഇത് തന്നെ ഒരു ഒറ്റ വഴിയുള്ളൂ. നമുക്ക് ഒരു സ്വന്തം വീടും ജീവിക്കാൻ കുറച്ച് കാശും വേണ്ടേ? അതിനാ കിരൺ മരിക്കണം. കിരണിനോടൊപ്പം കല്യാണിയും മരിക്കണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. 2 പേരും ഒരുമിച്ച് പോകണം. അതിനു വേണ്ടി ഞാൻ അമ്മുമ്മയെ ചെന്ന് കാണാച്ച എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അപ്പം തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടുക. ഈ സമയം സായാഹ്നത്തിൽ മൂങ്ങ ഇരിക്കുന്നത് കണ്ട് വിക്രം അങ്ങോട്ട് ചെല്ലുക. അമ്മുമ്മേ, മാറി നിൽക്കടാ എന്ന് മൂങ്ങ. അത് കേട്ടത് വിക്രം ഞെട്ടിപ്പോയി. എന്താ അമ്മുമ്മേ, ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? നിൻ്റെ അച്ഛനെ പുറത്തിറക്കാൻ വഴിയോരത്ത് ഭിക്ഷ യാചിച്ച പൊരി വെയിലത്ത് ഞാൻ നടന്നത്. എത്ര പേരെനിക്ക് ഭിക്ഷ തന്നു. അന്നേരവും 1 രൂപ ഭിക്ഷ തരാൻ പോലും നിന്നെ ഞാൻ കണ്ടില്ലല്ലോടാ എന്നും ചോദിക്കുകയാണ്. സ്വന്തം അച്ഛൻ ആശുപത്രി കിടക്കുമ്പോൾ കറങ്ങി നടന്നു, ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു. എന്നിട്ടും എന്താ സംഭവിച്ചെന്ന് അറിയാൻ പോലും ഒന്നും എത്തി നോക്കിയില്ല. ഡിസ്ചാർജ് ആയ സമയത്തെങ്കിലും നിനക്കൊന്നും വരായിരുന്നല്ലോടാ. നീ വന്നോ? നിന്നെ രാജകുമാരനെന്നും പറഞ്ഞ് നടക്കുക അവൻ.
അവനെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അമ്മമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ കയ്യിൽ കാശില്ല. നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. എടാ, കയ്യിൽ കാശില്ലെങ്കിൽ അത് വന്ന് നേരിട്ട് പറയണമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. നിൻ്റെ അച്ഛനെ ലാസ്റ്റ് ആശുപത്രി നടക്കുന്ന സമയത്ത് പോലും നീ തിരിഞ്ഞു നോക്കിയില്ല. വയസ്സായ സമയത്ത് പൊരു വെയിലത്ത് അവന് വേണ്ടി ഞാൻ ഭിക്ഷ യാചിച്ചു കൊണ്ടുവന്ന കാശിന് ഡിസ്ചാർജ് മേടിച്ച് അവൻ്റെ കൈയും പിടിച്ച് നേരെ രതീഷിൻ്റെ വീട്ടിൽ പോയ അവിടെയുണ്ടായ അനുഭവം എന്താണെന്ന് ഞങ്ങൾ മാത്രമേ കേട്ടുള്ളൂ. അതിനുപരി ബാലൻ്റെ വീട്ടിൽ അവിടെയും അപമാനങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. എന്നാൽ 2 കൈയും നീട്ടി എന്നെ സ്വീകരിച്ച് എനിക്ക് ഈ വയസ്സാം കാലത്ത് ആശ്രയമായത് ഞാൻ തള്ളിക്കളഞ്ഞ എൻ്റെ കൊച്ചുമോളാടാ, എൻ്റെ കല്യാണി. എനിക്കിനി എൻ്റെ കല്യാണി മാത്രം മതി. നിന്നെയൊന്നും ഇനി എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അമ്മുമ്മേ, അങ്ങനെയൊന്നും പറയരുത്. നമ്മളെ ഈ അവസ്ഥയിലാക്കിയതാരാ? കല്യാണിയും കിരണൊക്കെ കൂടെയല്ലേ? അപ്പം ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. നാളെ ആ കിരണിൻ്റെ ബർത്ത്ഡേ ആഘോഷം നടക്കുമല്ലേ? ആ സമയത്ത് ഞാനിവിടെ വരാം. അവനെ കൊല്ലാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അമ്മമ്മ അത് ചെയ്തു തരണം. അവൻ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ വീട് വരെ ഓഫറാക്കിയിട്ടുണ്ട്. അത് കേട്ടത് മൂങ്ങയ്ക്ക് കാലി കയറി മൂങ്ങ അങ്ങോട്ട് വിക്രത്തിൻ്റെ കരണം അടിച്ചു പൊളിക്കുക. മിണ്ടിപ്പോകരുത് നീ. എൻ്റെ കല്യാണി മോൾക്കോ അവളുടെ ഭർത്താവിനോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നീ പിന്നെ ജീവനോടുണ്ടാവില്ല. നിനക്ക് ജന്മം നൽകിയ നിൻ്റെ അച്ഛനുണ്ടല്ലോ, അവനെയും ഞാൻ കൊല്ലും. നിന്നെ സ്നേഹിച്ച് വഷളാക്കിയ എൻ്റെ തെറ്റാടാ. അതുകൊണ്ട് നിന്നെയും ഞാൻ കൊല്ലും. അതുകൊണ്ട് മിണ്ടാതെ പൊയ്ക്കോ. ഇനി ഒരക്ഷരം കല്യാണിക്കെതിരെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഞെട്ടുകയാണ് വിക്രം. അതോടുകൂടെ ഈ വീക്കെൻഡിലെ പ്രമോ അടിപൊളിയാണ്. ആരും മിസ് ചെയ്യരുത്. എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ വീക്കെൻഡിലെ എപ്പിസോഡ് ഇനിയും ഉണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാൻ. അടിപൊളി വിശേഷങ്ങളാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.